ഇന്നത്തെ പുസ്തക ചർച്ചയിൽ ജി.ആർ. ഇന്ദുഗോവൻ്റെ വെള്ളിമൂങ്ങ എന്ന നോവലിനെ മുൻനിർത്തി മനസ്സും മൂങ്ങയും തമ്മിൽ എന്ന ശീർഷകത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. നമുക്കറിയാം, ഉത്തരാധുനിക മലയാള എഴുത്തിൽ സമകാലികമായ മറ്റേത് എഴുത്തുകാരനേക്കാളും ഇന്ദുഗോപൻ വ്യത്യസ്തനാവുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാമ്യമായ സമീപനങ്ങൾ ആണ് എഴുത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമ്യമായ നൂലികകളാൽ നെയ്തെടുത്ത് അവതരിപ്പിക്കുന്ന ഉത്തരാധുനികമായ രചനാ സങ്കേതം നിലനിർത്തുന്ന ഒരു കൃതി എന്ന നിലയിൽ അടയാളപ്പെടുന്ന ഒരു കൃതി തന്നെയാണ് വെള്ളിമൂങ്ങ. ഈ നോവലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആൾദൈവങ്ങൾ രൂപപ്പെടുന്ന പരിസരത്തെയാണ് നോവൽ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ ഒരു ശീർഷകം കൂടിയാണ് നോവലിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ സായാഹ്നം വളരെ ഒരു പുസ്തക ചർച്ച എന്നതിനപ്പുറത്തേക്ക് വളരെയധികം ചിന്ത അല്ലെങ്കിൽ സാമൂഹ്യ ശ്രദ്ധ ആവശ്യമുള്ള ഒരു പരിപാടിയായി മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ എഴുത്തുകാരിൽ മലയാളത്തിൻ്റെ എഴുത്തുകാരിൽ അങ്ങേയറ്റം സൂക്ഷ്മമായി തൻ്റെ എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും നിരന്തരം പരിവർത്തിപ്പിക്കുകയും ഓരോ കാലത്തിൻ്റെയും വായനക്കാരനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ രചനയെ മാറ്റിപ്പണിയുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. മുതലലായനി എന്ന രചനയുടെ കാലം, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുകഥ കാലം മുതലുള്ള അദ്ദേഹത്തെ വായിച്ചും സൗഹൃദം അനുഭവിച്ചും പോകുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു പ്രധാന പ്രത്യേകത നിരന്തരം നവീകരിക്കാൻ. ഒരുപക്ഷെ ഞാൻ ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഏറ്റവും അധികം ആരാധിക്കുന്നത് അദ്ദേഹം തൻ്റെ എല്ലാ കാലഘട്ടത്തിലും തൻ്റെ പ്രവർത്തന പദ്ധതിയെ നിരന്തരം നവീകരിച്ച ഒരാൾ എന്ന നിലയ്ക്കാണ്. അതുപോലെ തന്നെ തൻ്റെ എഴുത്ത് പദ്ധതിയെ നിരന്തരം നവീകരിച്ച ഒരു എഴുത്തുകാരൻ, എൻ്റെ സമകാലികനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ്. മറ്റെല്ലാ പ്രത്യേകതകളെയും ഞാൻ കുറച്ച് കാണുന്നില്ല, പക്ഷേ ഈ ഒരു പ്രത്യേകതയാണ് ഇന്ദുഗോപൻ എനിക്കെന്നും ആരാധ്യനായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു എഴുത്തുകാരനായ നിലയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഈ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് വളരെ സന്തോഷകരമാണ്, ആഹ്ലാദകരമാണ്. അതൊരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ശരി കാണുന്നത്. ഈ ചടങ്ങിലേക്ക് ഞാൻ ഇന്ദുഗോപനെ സ്വാഗതം ചെയ്യും. മലയാളത്തിലെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും അധ്യാപകൻ എന്ന നിലയിലും വളരെ സൂക്ഷ്മമായി കൃതികളെ അപഗ്രഥിക്കുന്നതിൽ വളരെ വൈദഗ്ധ്യം കാണിക്കുന്ന ഒരാളെന്ന നിലയിലുമാണ് നമുക്ക് പ്രിയപ്പെട്ട ഡോക്ടർ ടി കെ സന്തോഷ് കുമാറാണ് വെള്ളിമൂങ്ങ നോവലിനെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കുമാരു എന്ന നോവൽ ഉൾപ്പെടെയിലൂടെ ഒക്കെ പ്രസിദ്ധനായി തീർന്ന ഡോക്ടർ എം.എ. സിദ്ദിഖാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഈ 3 പേരിലൂടെ ഈ നോവൽ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി അടയാളപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് ആദ്യം സംസാരിക്കാൻ ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസിൻ്റെ മണിശങ്കർ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ജി.ആർ. ഇന്ദുഗോപൻ, സഹപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ എം.എ. സിദ്ദിഖ്, സദസ്സിലുള്ള ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, വെള്ളിമൂങ്ങ എന്ന ഇന്ദുഗോപൻ്റെ ഈ നോവൽ അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനാകുന്നതിന് മുമ്പ് എഴുതിയ ഒരു നോവലാണ്.
ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 19-20 വയസ്സ് പ്രായമുള്ള കാലത്ത് എഴുതുകയും ഏകദേശം 20 വർഷത്തോളം അത് ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു നോവലാണ്. 2012 അതിൻ്റെ ഒന്നാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. രണ്ടാം പതിപ്പ് 2018 മൂന്നാം പതിപ്പ് 2022 പ്രസിദ്ധീകരിച്ചു. ഈ 20 വർഷത്തിനിടയിൽ ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ കഥാകൃത്ത് എന്ന നിലയിൽ, നോവലിസ്റ്റ് എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു എന്നതും നാം ഓർക്കേണ്ടതാണ്. നാം ഒക്കെ ആദ്യം മനസ്സിലാക്കിയിരുന്നത് ഇന്ദുഗോപൻ്റെ ആദ്യത്തെ നോവൽ ഭൂമി ശ്മശാനം, കുങ്കുമം നോവൽ പുരസ്കാരം നേടിയ നോവൽ എന്നതായിരുന്നു. അതിനുശേഷം പിന്നീട് ഭൂമി ശ്മശാനം പോലെ പാരിസ്ഥിതികമായ പ്രമേയത്തെ അതിതീവ്രമായി ആവിഷ്കരിച്ച മറ്റൊരു നോവൽ ആയിരുന്നു മണൽ ജീവികൾ. ഈ രണ്ട് നോവലുകളും മനുഷ്യൻ്റെ ഇന്ന് നാം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം അഥവാ ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇന്ന് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നാം ചർച്ച ചെയ്യുന്നതിന് എത്രയോ വർഷം മുമ്പ് ഇന്ദുഗോപൻ തനിക്ക് പരിചയമുള്ള ഒരു ഭൂപ്രദേശത്തെ എങ്ങനെയാണ് കടലിനടിയിലേക്ക് പോകുന്നത് എന്നത്, അവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ് മണൽ ജീവികളായി മാറുന്നത്, എങ്ങനെയാണ് അധിനിവേശം കരയിലേക്ക് കടലിൻ്റെ രൂപത്തിലും സ്വകാര്യ മൂലധനത്തിൻ്റെ രൂപത്തിലും കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി അന്വേഷിച്ച് പഠിച്ച് എഴുതിയ നോവലാണ്. മണൽ ജീവികൾ എന്ന നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി ഞാൻ വായിച്ചിട്ടുണ്ട്. കലാകൗമുദി വാരികയിൽ അത് ആഴ്ചതോറും ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ഞാനും ഇന്ദുഗോപനും ഡോക്ടറായിട്ടുള്ള ചിത്രകാരൻ അജിത് കുമാർ ജിയും കൂടി ചിറയഴിക്കൽ അടക്കമുള്ള ഈ നോവലിൻ്റെ പാരിസ്ഥിതിക ഭൂമികയിലൂടെ യാത്ര ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ 2 മാസം മുമ്പ് കൊല്ലം മഹോത്സവത്തിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് നമ്മൾ യാത്ര ചെയ്ത ആ പ്രദേശങ്ങൾ ഒന്നും തന്നെ ഇന്ന് അവിടെ അവശേഷിക്കുന്നില്ല എന്നാണ്. അതുതന്നെയായിരുന്നു നോവൽ അന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്നത്. മണൽ ജീവികൾ എന്ന നോവലിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ ഈ മനുഷ്യൻ ആവസിക്കുന്ന ആ പ്രദേശം വൈകാതെ തന്നെ കടലിനടിയിലേക്ക് പോകും. അത് കാലാവസ്ഥാ വ്യതിയാനം എന്ന ഇന്ന് നാം പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമല്ല, കരിമണൽ ഖനനം എന്ന ഒരു വലിയ വ്യവസായത്തിൻ്റെ പശ്ചാത്തലം കൂടി അതിനുണ്ട് എന്നുള്ളതാണ്. മണ്ട ചീയുമീ തെങ്ങിൻ നിര ആരുടെ ദൈന്യം എന്ന് ചവറയിലെ കരിമണൽ പ്രദേശത്ത് മണ്ട ചെയ്യുന്ന തെങ്ങുകളെ നോക്കി വിലപിച്ച മലയാളത്തിൻ്റെ മഹാകവി ONV കുറുപ്പ് അത് മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കുക. യഥാർത്ഥത്തിൽ ഇന്ദുഗോപൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് മണൽ ജീവികൾ എന്ന നോവലിന് അവതാരിക എഴുതാൻ ONV സാറിനെ കൊണ്ട് അവതാരിക എഴുതിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് ചില ബൃഹത് കാവ്യങ്ങളുടെ രചനയിലായിരുന്നത് കൊണ്ടായിരിക്കാം അത് സാധിക്കാതെ പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രവചന സ്വഭാവമുള്ള എഴുത്ത് അന്നും ഇന്നും ഇന്ദുഗോപനുണ്ട്. അപ്പോൾ ഈ നോവൽ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, തൻ്റെ 19-20 വയസ്സ് പ്രായമുള്ള സമയത്ത് എഴുതിയ വെള്ളിമൂങ്ങ എന്ന നോവൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതൊരു പക്ഷേ ഇന്ദു ഇവിടെ വിശദമാക്കും. എന്താണ് അതിനുള്ളിലെ പ്രവചന സ്വഭാവം? ഇന്ദുവിൻ്റെ പ്രായം വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ 19-20 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ
ഏകദേശം 1992, 93, 94 കാലമാണ്. ഈ കാലയളവിൽ കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ബോധം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം യഥാർത്ഥത്തിൽ വെള്ളിമൂങ്ങ എന്ന നോവലിൽ കാണാവുന്നതാണ്. ഇവിടെ മണിശങ്കർ സൂചിപ്പിച്ചു, ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഖ്യാനമാണ് ആ നോവൽ എന്ന്. അങ്ങനെ മാത്രമായി ആ നോവലിനെ വായിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാനങ്ങൾ ആ നോവലിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ അതിൻ്റെ 4 വാചകങ്ങൾ കഴിഞ്ഞാൽ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും വാചകങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അതിൽ ഒരു അമ്പലത്തിൻ്റെ ആൽത്തറയിലിരുന്നു കൊണ്ട് 4 സുഹൃത്തുക്കൾ സംസാരിക്കുന്നതിനിടയിൽ ബാബു എന്ന് പറയുന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അസ്തിത്വ ദുഃഖം മറികടക്കുന്നത് അണ്ടർവെയർ ധരിച്ചുകൊണ്ടാണ് എന്ന്. അടിവസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അസ്തിത്വ ദുഃഖം വരുന്നത് എപ്പോഴാണോ അപ്പോഴദ്ദേഹം അടിവസ്ത്രം ധരിക്കുമെന്നാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വൈഷമ്യങ്ങളെ, ഞാൻ എൻ്റെ നൈരാശ്യത്തെ, ഞാൻ എൻ്റെ പേടി സ്വപ്നങ്ങളെ മറികടക്കുന്നത് അണ്ടർവെയർ ധരിച്ചുകൊണ്ടാണ്. നോക്കണം, 92, 93 കാലഘട്ടത്തിൽ എഴുതിയൊരു നോവൽ. 19-20 വയസ്സുള്ള ഈ നോവലിസ്റ്റ് സ്വാഭാവികമായും അക്കാലഘട്ടത്തിൻ്റെ സാഹിത്യ പ്രമേയത്തെ നാം മനസ്സിൽ വയ്ക്കുന്നത് ആധുനിക നോവൽ പ്രസ്ഥാനത്തെയും അത് കഴിഞ്ഞു വരുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള അടിയന്തരാവസ്ഥയും അതിനുശേഷമുള്ള കാലത്തെയുമാണ്. നമുക്കറിയാം, മലയാള നോവലിനെ അടിമുടി അഴിച്ചു പണിത ഒരു പ്രമേയമാണ് ഈ അസ്തിത്വവാദം എന്നത്. കാക്കനാടനും മുകുന്ദനും OV വിജയനും ഒക്കെ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ, വലിയൊരു പെരുമഴ പോലെ അന്ന് അവർ ആവിഷ്കരിച്ച ആ നോവലുകളുടെ ശക്തമായ പ്രമേയം എന്ന് പറയുന്നത് അസ്തിത്വവാദമായിരുന്നു. കാമുവും കാഫ്കയും സാർട്രുമൊക്കെ ഇവിടെ അവരുടെ വിരുന്നുകാരായി നമ്മളുടെ വായനയ്ക്ക് മുമ്പിൽ വന്നു നിന്ന കാലമാണ്. അതിനകത്ത് ഈ അവർക്കെല്ലാം മാതൃകയായിരുന്ന ആൽബർട്ട് കാമുവിൻ്റെ ഔട്ട്സൈഡർ എന്ന നോവൽ, ആ നോവലിൽ നാം കാണുന്നുണ്ട്, അതിനകത്ത് നായക കഥാപാത്രം പറയുന്ന ഒരു വാചകം കേട്ട് ലോകമാകെ നടുങ്ങിയെന്നാണ് പറയുന്നത്. അമ്മ ചത്തത് ഇന്നോ ഇന്നലെയോ എന്ന ഒരു വാചകം കേട്ടിട്ട്. കാക്കനാടൻ്റെ സാക്ഷി എന്ന് പറയുന്ന നോവലിനകത്ത് നാരായണൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത് കാത്ത് പുറത്തിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ചത്തുകൂടെ എന്ന്. ഇതെല്ലാം ലഹരിക്കടിമപ്പെട്ട ഒരു തലമുറയുടെ വെറും ഒരു പ്രലപനമായിട്ടല്ല ആ നോവലിൽ വന്നത്, വളരെ ഗൗരവമാർന്ന പ്രമേയമായിട്ടാണ്. എം മുകുന്ദൻ്റെ ഡൽഹി എന്ന നോവലിൽ അരവിന്ദൻ എന്ന കഥാപാത്രം എത്രയോ സന്ദർഭങ്ങളിൽ മനുഷ്യ ബന്ധങ്ങളിലെ സ്നേഹരാഹിത്യത്തിൻ്റെ മുഹൂർത്തങ്ങൾ അതിനകത്ത് ആവിഷ്കരിക്കുന്നു. ഇതെല്ലാം വായിച്ചിട്ടുണ്ട് ഇന്ദു എന്നതിൻ്റെ തെളിവാണ് ഈ അസ്തിത്വ ദുഃഖം എന്നുള്ള ആ പ്രയോഗം. അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ മലയാളത്തിൽ ആധുനികത എന്നതിന് പല പിരിവുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരാധുനികതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന തലത്തിലുള്ള പല നോവലുകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരുപക്ഷെ എൻ്റെയും ഇന്ദുവിൻ്റെയും ഒക്കെ തലമുറയെ വല്ലാതെ സ്വാധീനിച്ച സാഹിത്യം മലയാളത്തിലേത് ആധുനികത തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. ആ ആധുനികത എന്ന് പറയുന്ന അതിൻ്റെ കേന്ദ്രപ്രമേയമായ ഈ അസ്തിത്വവാദത്തെ എത്ര ലളിതമായിട്ടാണ് ഒരൊറ്റ വാചകം കൊണ്ട് ഇന്ദുഗോപൻ റദ്ദ് ചെയ്ത് കളയുന്നത്. ഒരു കഥാപാത്രത്തിൻ്റെ ഒരൊറ്റ സംഭാഷണത്തിലൂടെ, അയാളുടെ സമീപനത്തിലൂടെ, അത് പറയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ നൈരാശ്യത്തെ വാചകമടി കൊണ്ട് ലളിതമാക്കുന്ന ഒരു കലാവിദ്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തിരുന്ന് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇരുന്ന് കൊണ്ട് നടക്കുന്ന സംഭാഷണമാണ്. ഈ 4 ചങ്ങാതിമാരിൽ സുഹൃത്തുക്കളിൽ പ്രദ്യുമ്നൻ മാത്രമാണ്, പ്രദ്യുമ്നൻ പൊതുവെ അന്തർമുഖനാണ്. ഇന്ദുഗോപൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉൾവലിയുന്ന ഒരു കഥാപാത്രം. അയാളുടെ ആ മൗനം, അയാളുടെ അന്തർമുഖത്വം
അയാളുടെ ചുറ്റുവട്ട അയാളുടെ സുഹൃത്തുക്കളെ കൊണ്ട് അയാൾക്കൊരു പേര് കൊടുക്കുന്നുണ്ട്, സ്വാമി എന്ന്. ഈ സ്വാമി എന്ന വിളിപ്പേര്, ഇരട്ടപ്പേര് പിന്നീട് അയാളെ ഒരു മനുഷ്യദൈവമായി മാറ്റുന്ന തരത്തിലുള്ള ചില സന്ദർഭങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രത്യുമ്നൻ എന്ന് പറയുന്ന കഥാപാത്രം, അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്ത, അമ്മയും മകനും മാത്രമായി ഒരു വയലിൻ്റെ നടുക്കുള്ള ഒരു കൂരയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അയാളുടെ അന്തർമുഖത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉൾവലിയലിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷെ ചുറ്റും നിൽക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ അതിനെ വേറൊരു പരിവേഷത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നാം കാണുന്നത്. പെട്ടെന്ന് ഇതേ നോവലിൽ തന്നെ വളരെ ധനികനായ വിശ്വനാഥക്കുറുപ്പിൻ്റെ മകൻ അനാഘ്, അയാൾക്ക് മാനസിക സ്ഥൈര്യം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരത നഷ്ടപ്പെട്ടു എന്ന് അച്ഛന് സ്വയം തോന്നുകയും അയാളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിമോചിപ്പിക്കണം എന്ന് കരുതി ജീവിക്കുകയും മകന് വേണ്ടി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ അവർ ഫോണിലൂടെയാണ് അധികം സംസാരിക്കുന്നത് പോലും, എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത്, ഏകമകനാണ്, അയാളുടെ അടുത്ത തലമുറ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മകനെ പൊന്നുപോലെ കാത്ത് വളർത്തുന്ന ഒരച്ഛനെയാണ് കാണുന്നത്. ഒരു വശത്ത് ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ നടുക്ക് നിൽക്കുന്ന ഒരു ഓലക്കുടിലിൽ വയലിൻ്റെ നടുക്ക് നിൽക്കുന്ന പ്രത്യുമ്നൻ എന്ന ഒരു മകൻ, മറുവശത്ത് വളരെ ധനാഢ്യനായ ഒരാളിൻ്റെ മകൻ. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ നോട്ടത്തിൽ ഈ മാനസികമായ ഒരാൾക്ക് ഉൾവലിയലുണ്ട് എന്ന് പറയുമ്പോൾ, അന്തർമുഖത്വമുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ദുഗോപൻ ആ നോവലിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, കുട സ്കൂളിൽ മറന്നു വെച്ചു പോകുന്ന ഒരു കഥ. ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനോഭാവം, അത് എഴുത്തുകാരനായ തൻ്റെയും സ്വഭാവമാണ് പ്രത്യുമ്നനിൽ കാണുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് അത് ഒരു മാനസികമായ സ്ഥിരതക്കുറവിൻ്റെ സ്വഭാവമായിട്ട് ആണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഒരു മറുവശത്ത് ഈ അച്ഛൻ തന്നെ വിധിക്കുകയാണ് മകന് മാനസികമായ സ്ഥൈര്യക്കുറവുണ്ട് അല്ലെങ്കിൽ സ്ഥിരതക്കുറവുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മകനെ എങ്ങനെയായാലും ഈ പ്രത്യുമ്നൻ എന്ന് പറയുന്ന ആൾക്ക് എന്തോ ഒരു ദൈവികമായിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു അത്ഭുത ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും കൂട്ടുകാരന്മാരായ ബാബുവിൻ്റെ സഹായത്തോടെ ഈ വീട്ടിലെത്തിക്കുകയും, പ്രത്യുമ്നൻ തന്നെ അറിയുന്നില്ല അയാൾ എന്തിനാണ് അവിടെ എത്തുന്നത് എന്നുള്ള ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാതെയാണ് എത്തുന്നത്. എങ്ങനെയായാലും അവർ തമ്മിലുള്ള പല സന്ദർഭങ്ങളിലും നിരന്തരമായ സമ്പർക്കങ്ങളിലൂടെ ഇയാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു സാഹചര്യമുണ്ടാകുകയും വിശ്വനാഥക്കുറുപ്പ് ഒരു കൊടുംചതി അതിൻ്റെ ഇടയിൽ ചെയ്യുകയും ചെയ്തു. അതാകട്ടെ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, ഉപകാര സ്മരണ. തൻ്റെ മകനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ എന്തു ചെയ്തു? പ്രത്യുമ്നനാകെ ഇരുട്ടിലാകുന്ന ഒരവസ്ഥയായി. കാരണം അദ്ദേഹത്തെ അന്വേഷിച്ച ആളുകൾ വരാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഈ ദൈവങ്ങൾ എങ്ങനെ രൂപപ്പെട്ട് വരുന്നു എന്നതിൻ്റെ അവസ്ഥ ഇതിൽ കാണാം. ഒരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അസ്തിത്വവാദവുമായി ബന്ധപ്പെട്ട ആധുനികതയുടെ കേന്ദ്രപ്രമേയം, മറുവശത്ത് ഇതേ അസ്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നം അഭിമുഖീകരിക്കുന്ന, മനസ്സിൻ്റെ താളം തെറ്റലുകൾക്കിടയിൽ ജീവിക്കുന്ന, അത് സാധാരണമായ ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ലത്. വേറെ ഒരു തരം അബ്നോർമാലിറ്റിയാണ്. അതിനിടയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടും പ്രശ്നമൊന്നു തന്നെയാണ്. നമ്മൾ സങ്കീർണമായി ഒരു വശത്ത് സാഹിത്യം ആധുനികതയുടെ കാലത്ത് കൈകാര്യം ചെയ്ത നിലനിൽപ്പിൻ്റെ സന്ത്രാസത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ ലളിതമായി മറ്റൊരു സന്ദർഭത്തിൽ ഈ അടിവസ്ത്രമിട്ടാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ ഇപ്പുറത്ത് അവതരിപ്പിക്കുകയും അതിന് ഉചിതമായ കഥാസന്ദർഭങ്ങൾ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മുമ്പ് നടന്ന സെഷനിൽ പറഞ്ഞു, നോവലെന്ന് പറഞ്ഞാൽ എങ്ങനെയെല്ലാം നമുക്ക് എഴുതാം. പ്രഭാവർമ്മ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പലയിടത്തു നിന്ന് എടുത്തുകൊണ്ടുവന്ന്, കുറച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാം, കുറച്ച് കേരള ചരിത്രത്തിൽ നിന്ന് എടുക്കാം, കുറച്ച്
മറ്റുള്ളവരോട് സംസാരിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് പണിശാലയിൽ കയറിയിരുന്ന ഒരൊറ്റ എഴുത്തെഴുതിയാൽ അതുവരെ കാണാത്ത തരത്തിലുള്ള ആഖ്യാനങ്ങൾ രൂപപ്പെടും. അതല്ല എഴുത്ത് അതിൻ്റെ സർഗാത്മകമായ തരത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പകരം ശില്പത്തിന് അദ്ദേഹം പറഞ്ഞ ആ അർത്ഥം തന്നെയാണ്. ഒരു ശിലയിൽ നിന്ന് വേണ്ടാത്തതൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു ശില്പം കൊത്തി എടുത്ത് അതിനെ രൂപകൽപ്പന ചെയ്യുന്നതാണ് ശില്പം. അത് ഭദ്രമാകുമ്പോൾ ആ കൃതിക്ക് ശില്പഭദ്രത വരുന്നു എന്ന് സാഹിത്യത്തിൽ പറയുന്നു. അപ്പം ഒരു കാലത്തിൻ്റെ ചരിത്രത്തെ ഇന്ദുഗോപൻ താൻ ജീവിച്ച കാലത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലേക്കോ അന്നത്തെ പത്രത്താളുകളിലേക്കോ ഒന്നും പോകാതെ താൻ ജീവിച്ച തൻ്റെ 19-20 വയസ്സ് പ്രായത്തെ, സമകാലിക ജീവിതത്തെ, അന്നത്തെ ചെറുപ്പക്കാരൻ്റെ, അന്നത്തെ ആ പ്രായത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ ആ അവസ്ഥ തൻ്റെ കാലത്തിൻ്റേതാണ് എന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുതകളെ നോവലിലേക്ക് കൊണ്ടുവരാതെ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് ഞാൻ കാണുന്നു. പിന്നീട് തുടർന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ നോവലും എടുത്ത് പരിശോധിച്ചാൽ ഈ നോവൽ എന്തുകൊണ്ടാണ്, ഈ നോവൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഒരു നോവൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല പ്രധാനപ്പെട്ട നോവലുകളും വന്നതിന് ശേഷം പുതിയൊരു നോവലായി വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം 19-20 വയസ്സിൽ എഴുതിയ ആ നോവലിൻ്റെ അല്ലെങ്കിൽ ആഖ്യാനത്തിൻ്റെ അല്ലെങ്കിൽ കഥാപ്രമേയങ്ങളെ സ്വീകരിച്ച് ആവിഷ്കരിക്കുന്നതിൻ്റെ രീതി അത് സ്വതസിദ്ധമായിരുന്നു എന്നുള്ളതാണ്. തൻ്റേതായ ഒരു ലോകം, തൻ്റേതായൊരു ഭാഷ, തൻ്റേതായ ഒരു ആഖ്യാന ഘടന രൂപപ്പെടുത്തുന്നു. അതിന് തൻ്റേതായൊരു വഴി. അത് തന്നെയാണ് ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനെ സമകാലിക അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അതിന് ഈ നോവലല്ല, അതിന് മൊത്തം നോവലുകൾ മാത്രമല്ല, ജീവിതമെഴുത്ത് എന്ന് പറയുന്ന ഒരു ജീവിതമെഴുത്ത്, ലൈഫ് ടെല്ലിംഗ് എന്ന് പറയുന്ന ഒന്നിനെ വളരെ നോവലിന് സമമായി ഒരു ആഖ്യാനം എന്ന നിലയിൽ വികസിപ്പിച്ച ഒരു കലാതന്ത്രം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കള്ളൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അത് യഥാർത്ഥത്തിലൊരു നോവലായിട്ട്, ജീവിത കഥയായിട്ട്, ഒരുപക്ഷെ അത് ഈ കള്ളൻ്റെ ആത്മകഥയൊക്കെ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് മലയാള നോവലിൽ നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹം തിരിച്ചവിടെ വയ്ക്കുകയായിരുന്നു. എന്താണ്? ജീവിതം എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവ ലോകത്തെ അദ്ദേഹം നോവലിന് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വന്നിട്ടുള്ള നീണ്ട കഥകൾ ഓരോന്നും, പല നോവലുകളും നീണ്ട കഥകളാണ്. ഈ നീണ്ട കഥകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ കേന്ദ്രപ്രമേയമായി നിൽക്കുന്ന, അതിൻ്റെ കേന്ദ്രത്തിലെല്ലാം തന്നെ നമുക്ക് കാണാവുന്നത് മനുഷ്യ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ചില സവിശേഷമായ മുഹൂർത്തങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഇന്ദുഗോപനെ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഫിക്ഷൻ റൈറ്റേഴ്സിൽ മലയാളത്തിൽ ഒരാൾ ഇന്ദുഗോപനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ചിലർ പറയും അതിനകത്ത് ജേർണലിസ്റ്റിക് ഘടകങ്ങളുണ്ട് എന്ന്. ഈ ജേർണലിസ്റ്റിക് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, അത് വിനിമയം ചെയ്യപ്പെടാത്ത സാഹിത്യമല്ല. യഥാർത്ഥത്തിൽ വിനിമയം ചെയ്യാനുള്ള സാധ്യതകളെ തുറന്നിടുന്നു എന്നിടത്ത് മാത്രമാണ് ഇന്ദുഗോപൻ്റെ രചനകളിൽ ജേർണലിസത്തിൻ്റെ ഘടകങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ഈ നോവലിൽ ഉള്ളൂ. നമുക്ക് വിനിമയത്തിൻ്റെ സാധ്യതകൾ തുറന്നിടാത്ത രചനകൾ എപ്പോഴും വായനക്കാരിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് ഇന്ദുഗോപൻ സംസാരിക്കും. ഞാൻ എൻ്റെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസിനോടും പ്രിയപ്പെട്ട ഇന്ദുഗോപനോടും നന്ദി, സ്നേഹം. പ്രിയപ്പെട്ട സന്തോഷ് മണിശങ്കർ, ഞാനിത് ഈ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു നോവൽ നേരത്തെ സൂചിപ്പിച്ച സന്തോഷൻ്റെ എഴുത്ത് ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുക. ഞങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ നോവൽ എഴുതി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മണൽ ജീവിയിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കലാഭവനിയിൽ എന്ന എൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ സന്തോഷമുണ്ട്.
അപ്പോൾ ആ നോവലിൻ്റെ ഓരോ പ്രക്രിയയിലും എന്നോടൊപ്പം സഞ്ചരിക്കുകയും വരികയൊക്കെ ചെയ്തതിൻ്റെ ഒരു വലിയ നന്ദിയും കടപ്പാടുമുള്ള ആളാണ് സന്തോഷ്. അപ്പോൾ ഈ നോവലിൻ്റെ ഒരു സന്തോഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണിത് ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചല്ല, ഒരു റൈറ്റർ അത് എടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു വിഷയം വെച്ചിട്ടാണ് അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ ആലോചന ആ കാലത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു 10-16 വയസ്സ് കഴിഞ്ഞ സമയങ്ങളിൽ തന്നെ ഞാൻ ഇങ്ങനെ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പല സ്ഥലങ്ങളിൽ മരുത്തുവാൻ മലയുടെ മുകളിൽ അവിടെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പല തരത്തിലിരിക്കുന്ന മനുഷ്യർ, ചിലർ തോർത്ത് മാത്രം കൊടുത്തിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇവരൊന്നും സ്വയം പ്രഖ്യാപിത പിന്നെ സ്വാമിമാരോ അങ്ങനെയൊന്നുമില്ല, സാധാരണ മനുഷ്യരായിട്ടുള്ളവരുണ്ട്. തോർത്ത് മാത്രം കൊടുത്തിട്ടുള്ള സ്വാമി ഉണ്ട്, പിന്നെ തലയെക്കെട്ട് സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ പല പിന്നെ ചില ഗുഹകൾ കൈയടക്കി അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇവരുടെ പൂർവാശ്രമങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നെടുമങ്ങാട്ട ഗുണ്ടകളോ അല്ലെങ്കിൽ പിന്നെ തയ്യൽ തൊഴിലാളികളോ ഒക്കെ ആയിട്ട് ഈ സമാധി ചില സ്ഥലങ്ങളിലുള്ള സമാധി സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു വലിയ കൂട്ടായ്മയുടെ ഒപ്പം ഞാൻ സഞ്ചരിച്ച കുറേ കാലം അക്കാലത്തുണ്ടായിരുന്നു. അത് വളരെ രസകരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യും. വലിയ മനുഷ്യത്വവും വലിയ പിന്നെ ധാരണാശേഷിയുള്ള മനുഷ്യരിൻ്റെ അകത്തുണ്ട്. അവരിൽ ചിലർ പിന്നെ ഇപ്പം വേറുള്ള വേഷഭൂഷാദികളൊന്നുമല്ല, അവർ സാധാരണ വേഷത്തിൽ നടക്കും. പക്ഷേ അവർ ചിലപ്പം തയ്യക്കാരായിരിക്കാം, അവർ ഉപജീവനത്തിനായിട്ട് പല ചുമട്ട് തൊഴിലൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവരിലുള്ള ഈ തലം, ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ടുള്ള ഈ തലം ഉയർന്ന് വരികയും ആ സമയങ്ങളിൽ മാത്രം ഇവർ വരികയും ചെയ്യും. അല്ലാതെ ഇവരൊക്കെ ഇങ്ങനെ ഇവർ വേറൊരു തലം ഉണ്ടെന്ന് നമ്മൾ അറിയുകയെ ഇല്ലാത്ത ഒരു പറ്റം മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു യാത്ര ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതൊന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഞാൻ ഒരു കാലത്തും വിശ്വാസത്തിലേക്ക് കടന്നിട്ടുമില്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമില്ല എന്ന് പറഞ്ഞ കണക്ക്. അപ്പോൾ അതുകൊണ്ട് അതല്ല അതിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളിത് കാണുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പിൻകാലത്ത് വളരെ ആരാധകരും ഇവരുമൊക്കെ ഉള്ള പല ആൾക്കാർ ഈ അങ്ങോട്ട് ചെല്ലുന്ന പാർട്ടികളെക്കാൾ വളരെ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ പിന്നെ ഇപ്പുറത്തിരിക്കുന്നവരെന്ന് എനിക്ക് പല കണ്ടീഷനിലും തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയ മാനസിക പ്രശ്നങ്ങളിലൂടെ ഈ ആൾദൈവങ്ങളെ സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരാകട്ടെ ഇതിനേക്കാൾ വലിയ മാനസികമായ പ്രശ്നങ്ങളിലും പല വിധത്തിലുള്ള ചങ്ങലകളിലും ഒക്കെയല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഒന്നും അത് ബാധിച്ചിട്ടില്ല. അവരുടെ ഈ പറഞ്ഞ വേറൊരു തലത്തിനെ അവർ കൃത്യമായി ഉപയോഗിക്കുന്നവരും പിന്നെ അല്ലാത്ത നമ്മൾ വളരെ മണ്ടരെന്ന് വിചാരിക്കുന്ന മനുഷ്യരും അതിബുദ്ധിമാന്മാരെ മനുഷ്യരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരാരുടെ നിയന്ത്രണത്തിലോ മറ്റു സംഗതിയോ അല്ല. പക്ഷേ വേറെ ഒരു ലെവലിലേക്ക് സ്ഥാപനവൽക്കരണം, ആദ്യമായിട്ട് ഞാൻ ഈ നോവലിനിട്ട പേരെന്ന് വെച്ചാൽ സ്ഥാപനം എന്നായിരുന്നു. ഈ നോവലിനിട്ടിരുന്നൊരു പേര് ലിമുങ്ങാന്നായിരുന്നില്ല. സ്ഥാപനം വെച്ചാൽ ഒരു വ്യക്തി എങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൈസ് ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയാണ്. ഇതിനകത്ത് ഈ ചെറിയ നോവലാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ ഇയാളുടെ ചുറ്റും ആൾക്കാർ മെല്ലെ വന്ന് കൂടുക, ഇയാളൊരു ഉപാധിയാണ് എന്ന രീതിയിൽ. ഇയാൾക്ക് ആവശ്യമില്ലാതെ ഇയാൾക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഇയാൾക്ക് റെസിസ്റ്റ് ചെയ്യുന്ന, ഇയാൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇയാൾക്ക് ഈ റെസിസ്റ്റൻസ് പുറത്തേക്ക് വരത്തില്ല വാക്കിൻ്റെ. അങ്ങനെ ഒരു ആൾ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരിതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് ഇയാളുടെ ചുറ്റും വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഇയാൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഓം പ്രത്യുജ്ഞായ നമഃ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പേരങ്ങനെയാണ്. അതാണ് ഇയാൾ ഒരു തലത്തും കഴിഞ്ഞിട്ട് ഇയാളുടെ ബോധം അവിടെ എത്തുമ്പോഴത്തേക്ക് ഇയാൾ ദൈവമായി കഴിഞ്ഞു എന്നുള്ള. അപ്പോൾ ഇയാൾക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിങ്ങിലേക്ക് ഇയാൾ പെടുക. ഇയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനോ രക്ഷപ്പെടാനോ മറ്റൊന്നും പറ്റത്തില്ല. പിന്നെ ഇയാൾക്കൊരു ക്രമമുണ്ട്. ഇയാൾ എങ്ങനെയാണ് ഈ വരുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പോലും തീരുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇത്. ഒരുപാട് മനുഷ്യദൈവങ്ങളുടെ അവസ്ഥയാണ് ഒരു തലം വിട്ട് കഴിഞ്ഞാൽ. നമുക്കറിയാമല്ലോ, ഇപ്പം പോലും ആണെങ്കിൽ തന്നെ അങ്ങനെയാണല്ലോ. നമ്മളിപ്പം എല്ലാ കാര്യത്തിലും ഇതുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ പ്രശസ്തിയാണെങ്കിൽ,
ഒരാളുടെ പല വിധത്തിലുള്ള നമ്മുടെ തോതുകളൊക്കെ വ്യത്യാസപ്പെട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല പിന്നെ കാര്യങ്ങൾ പലതും പോകുന്നത്. അതൊരു വലിയ സിനിമാ നടനെ സംബന്ധിച്ചിടത്തായാലും ഒരു ആധ്യാത്മിക നേതാവെടുത്തായാലും വലിയൊരു രാഷ്ട്രീയക്കാരനെ എടുത്താലും എല്ലാം ഇതാണ്. പിന്നെ ഇയാൾ വരുന്ന ഫോൺ നമ്പറുകൾ, ഇയാൾക്ക് വരുന്ന ഫോണുകൾ, ഇയാളുടെ സമയം, ഇതൊന്നുമേ ഇയാളുടെ നിയന്ത്രണത്തിലല്ലാതായി പോകുന്ന ഒരു നിസ്സഹായാവസ്ഥ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പല മട്ടിലുള്ള പല ആൾക്കാർ ഇയാളെ കൺട്രോൾ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതുണ്ട്. ഇയാൾക്ക് കാതലായ ഉണ്ടായിരുന്ന ഇയാളുടെ പ്രതിഭയോ അഥവാ ഇയാൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ലായ്മയോ മുതലെടുത്തുകൊണ്ട് പോകുന്നൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റായിരുന്നു. അതിന് ഒരു മനുഷ്യദൈവത്തിനെ നമ്മൾ ഒരു ഉപാധിയായിട്ടൊരു എക്സാമ്പിളായിട്ട് അതിൽ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്കാലത്തേക്കുള്ള മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമ്മളിപ്പം വളരെ സ്വതന്ത്രമായി നമ്മളിപ്പോൾ ഒരാളുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒരു 9 മാസത്തിൽ മാത്രമാണ് അയാളുടെ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ആളിൻ്റെ ലോകം എന്ന് പറയുന്നത് അത് മാത്രമാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള അമ്മയുടെ ഗർഭജലത്തിനെ എങ്ങനെയെങ്കിലും വെളിയിൽ വരാനായിട്ടുള്ള ഒരു ഇത് നടന്ന് നമ്മൾ പുറത്ത് വരുന്ന സമയം മുതൽ തന്നെ നമ്മളെ കൺട്രോൾ വേറെ പല ആൾക്കാർ ഏറ്റെടുക്കുക എന്നുള്ള സംഗതിയാണ്. അവിടെയും നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എങ്കിലും ആ കണ്ടീഷൻ ഒരു വളരെ നമ്മളുടെ ഇതിലല്ല. നമ്മളല്ല ആഹാരം കഴിക്കുന്നത്, നമ്മളുടെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു പ്രകൃതിപരമായ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു കവചം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് കഴിയുന്നതിന് ശേഷം പിന്നെ പരിസ്ഥിതി, അതിൻ്റെ ചുറ്റുപാടുകൾ ഇതെല്ലാം ഇയാളെ പതുക്കെ നിയന്ത്രിച്ച് തുടങ്ങുന്ന ഒരു സംഗതി. എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനൊന്നും പറ്റണമെന്നില്ല. നമ്മുടെ ദേഷ്യം, നമ്മുടെ വൈകാരികതയൊന്നുമില്ല. അങ്ങനെ പറ്റാത്ത മനുഷ്യരൊക്കെയാണ് പലപ്പോഴും ഈ നിഷ്കളങ്കരായ മനുഷ്യരാണ് പലപ്പോഴും ഈ ജയിലിൻ്റെ അകത്തും അവിടെ ഇവിടെയൊക്കെ പല കാലങ്ങളിൽ കിടക്കുകയും സാമാന്യന് ബുദ്ധിമാന്മാരായിരിക്കുകയും നമ്മുടെ വികാരങ്ങളെ കൃത്രിമമായി നിയന്ത്രിക്കുകയൊക്കെ ചെയ്തുകൊള്ളുന്നുള്ള ഭയപരമായ അവസ്ഥകളിരിക്കുന്നുള്ളവരാണ് പുറത്ത് കിടക്കുന്നത് എന്നുള്ളത്. അപ്പം എന്ന മട്ടിലുള്ള ഒരു വലിയ വൈചിത്ര്യം ഇക്കാര്യത്തിൽ എനിക്ക് അക്കാലത്ത് തന്നെ അനുഭവപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രത്യുപ്നൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ പോലും അറിയാതെ ഒരു വലിയൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടണം എന്ന് ഇയാൾക്കുണ്ട്. ഒരു തവണ അതിനെ അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അയാൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ വരികയും രാവിലെ മുതൽ ഇതിൻ്റെ ഈ ഓം പ്രത്യുമ്നായ നമഃ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഇത് വരികയും ഇത് വെച്ചിട്ട് വലിയ ഒരു സംവിധാനം വരികയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ ആൾക്കാരെ കാണുന്നു. അതിനുശേഷം ഇയാൾ ചെന്ന് കിടക്കുന്നു, ഇയാൾ ഇത് ചെയ്യുന്നു. എന്താണ് ഇയാളുടെ അസ്തിത്വം എന്നുള്ളത്, അയാളുടെ നിലനിൽപ്പ് എന്താണ്, ആരാണ് എന്നുള്ള കണ്ടീഷൻ. ഇയാളുടെ അമ്മയെ ഒന്ന് കാണണമെന്നുണ്ട്. ഇയാളുടെ അമ്മ അവിടെ ജീവിച്ചപ്പോൾ ഇയാളുടെ അമ്മയെ ഒന്ന് കാണണമെന്നുണ്ട് എന്നുള്ള അവസ്ഥയിൽ പോലും ഇയാൾക്ക് സാധിക്കാൻ പറ്റാതായി വരിക എന്ന് പറയുന്ന ഒരു വലിയ കണ്ടീഷനുണ്ട്. നമ്മൾ വേറൊരു കാര്യം, നമ്മളെല്ലാം ഈ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തൊരു നമ്മളൊരു റീൽസ് നോക്കുന്നു എന്നിരിക്കെ നമ്മൾ ഈ റീൽസ് പോലും നമ്മുടെ ഒരെണ്ണം നമ്മൾ നോക്കി നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു പാറ്റേണിങ്ങിന് പോലും ഒരു വലിയ സ്ഥാപനങ്ങളിലിരുന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ഒരു തവണ നോക്കി ഉപേക്ഷിച്ച് പോകുന്ന സംഗതികളിലേക്ക് അടുത്ത സാധനം എന്താണ് വന്നു വരേണ്ടതെന്നുള്ളത് നമ്മൾ ഒരിക്കലും ആലോചിക്കാത്തൊരു സംഗതിയാണ്. വലിയ സ്ഥാപനങ്ങൾ, മറ്റ് വലിയ സ്ഥാപനങ്ങൾ റീൽസ് ഉണ്ടാക്കാനായി ഇതിരിക്കുന്നു. എങ്ങനെ നിങ്ങളുടെ സമയത്തിനെ നിങ്ങൾ കില്ല് ചെയ്ത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയത്തെ ഊറ്റിയെടുത്ത്, നിങ്ങളുടെ സമയം എന്ന് പറയുന്ന ഇടയ്ക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. ഈ സമയം നിങ്ങൾ ഊറ്റി ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് പണമുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിൻ്റെ ഈ ലോകം സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഇരകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്ന എന്നല്ലോ. ഒരു സാഹിത്യ ഇതിനു വേണ്ടി മാത്രം ഇത് ചെയ്യുന്നൊരു സംഗതി അല്ല. നമുക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ ചിലവാക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സമയത്ത് എഴുന്നേറ്റ് പോകാതിരിക്കാനായി നമ്മളെ ശ്രമിക്കുന്നതിന് കോടാനുകോടി രൂപ ചെലവിടുകയും ഇതിനുവേണ്ടി ഇതുണ്ടാക്കുകയും ഇതിൻ്റെ ഇടയിലുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. ആ സ്പേസിങ്ങിന് വേണ്ടിയുള്ള ഉപാധികൾ മാത്രമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മുടെ ആനന്ദം എന്ന് പറയുന്ന കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അടുത്ത വരേണ്ട ഒരു ഇതിൽ എന്താണ് വരേണ്ട, അടുത്ത നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ വരേണ്ട എന്ന് നമ്മുടെ നിയന്ത്രണത്തിലുള്ള സംഗതിയല്ല. എന്നിട്ട്
നമുക്ക് ഇഷ്ടപ്പെടാത്തതും നമുക്ക് ഇതല്ല ക്രൂരതകൾ കയറി വരും. ഒരു മാൻ കയറി ഒരു പിന്നെ ഒരു കടുവ വന്നൊരു മാനിനെ ഏത് വിധത്തിലാണ് കൊല്ലുന്നത്, കൊലപ്പെടുത്തുന്നത്, കുറേ ഇങ്ങനെ ക്രൂരതകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. മറ്റേ സ്വാഭാവികമായിട്ട് എന്താ പറ്റുന്നത്, നമ്മൾ പിന്നീട് നമ്മളൊരു ഒരു ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാം ബാധിക്കുക. ഇപ്പോൾ എന്താ, ഒരാളിനെ തല്ലിക്കൊല്ലുന്നത് എത്രയും ക്രൂരമാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നതാണ് ദൃശ്യമാധ്യമങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കാണിക്കുന്നത്. അല്ലാതെ സ്വാഭാവികമല്ല, ഇയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം അതിക്രൂരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരാളിനെ അത് ഇയാളുടെ ഉള്ളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ക്രൂരതകൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ലാതായി മാറുകയും വേൾഡ് ഭയങ്കര വൈൽഡായി മാറുക എന്നുള്ള ഒരു വലിയ ഒരു പരിണാമമാണ് ഈ സംഗതിയിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ആരംഭം എന്നുള്ള കണ്ടീഷനിങ് ആണ് ഈ ഇത്ര പറഞ്ഞ നമ്മൾ അയാൾ ആകെ ചെയ്തിട്ട് പ്രതികരിക്കാതിരുന്നൊരു മനുഷ്യൻ. ഇയാൾക്ക് പ്രതികരിക്കാമായിരുന്ന 2-3 ഘട്ടങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുകയും ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം, വേറെ വിഷമിപ്പിക്കുന്ന എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ പല സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ നിയന്ത്രണത്തിലില്ലാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന നമ്മുടെ മരണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ സമയം നമുക്കില്ല. അതിലേക്ക് ഇങ്ങനെ ഒഴുകി നമ്മളെ ഉന്തി നമ്മുടെ റെസിസ്റ്റൻസിനെ കുറച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സിസ്റ്റത്തിനെ ഓർമ്മപ്പെടുത്താനായിട്ടാണ് അന്ന് ഞാൻ ഈ നോവൽ അത് എഴുതിയത്. അത് ഒരിക്കലും ഒരു കാലത്തും അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു നോവലല്ല. പക്ഷേ ഒരു പ്രായത്തിൽ എഴുതിയ ഒരാൾ, അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്ന ഒരാളിൻ്റെ ചില കൈപ്പൂറ്റ ഞാൻ ഒന്നും കൂടെ ഒന്ന് തിരുത്തിയിരുന്നു എന്ന്. എങ്കിലും ഒരു ചെറുപ്പക്കാരൻ എന്ന് എഴുതി അയാളുടെ ഒരു വീര്യത്തിനെ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു ചെറുപ്പക്കാരൻ എഴുതിയതാണ്. ഇപ്പോഴത്തെ എനിക്ക് പോലും ചിലപ്പോൾ വിയോജിപ്പുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അതൊരു ചെറുപ്പക്കാരൻ എഴുതിയതാണ്. അയാൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ അഭിമാനകരമായ തന്നെ ഒരു പുസ്തകമായിരുന്നു. അക്കാലത്ത് എനിക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ എനിക്ക് ചിന്തിക്കാനുള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പറ്റി എനിക്ക് തോന്നുന്നു. പിന്നീടുള്ള എഴുത്തിൻ്റെ ഒരു വരുന്നത് അതിൻ്റെ ഒരു കണ്ടീഷനിങ്ങിനെയൊക്കെ ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും അതിനെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും കേട്ടോണ്ടിരുന്നു. വളരെ പിന്നെ സന്തോഷപ്രദമായോ അല്ലെങ്കിൽ കേൾവി സുഖകരമായോ ആയ ഒരു പിന്നെ പ്രഭാഷണമോ വിഷയമോ അല്ല. എന്നിരിക്കലും അത്യാവശ്യം ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞു കേട്ടിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മണിശങ്കർക്കും സന്തോഷിനും വരാനിരുന്ന സിദ്ദിഖിനും എല്ലാം ആശംസകൾ പറഞ്ഞുകൊണ്ട് നന്ദി. സിദ്ദിഖ് മാഷെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്തോ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ലാന്ന് തോന്നുന്നു. കുറച്ച് സമയം കൂടിയേ നമ്മളെ മുന്നിലുള്ളൂ. പുസ്തകം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ എപ്പോഴും വിൽപ്പനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാം പതിപ്പാണ് പുസ്തകം. ഇപ്പോൾ ഇവിടെ പുസ്തകത്തിനുള്ളടക്കമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് മാഷ എത്താത്തതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി.